ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മൈ ഇൻഫിനിറ്റി EX35. ഇതാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരിക. കുറേ കാലം റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നിരിക്കുന്നു, പക്ഷേ ഓരോ തിരക്ക് കാരണം പറ്റില്ല. പിന്നെ അതുകൂടാതെ എൻ്റെ കയ്യിൽ 3 വണ്ടിയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പുതിയ വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ ആകുമ്പോൾ സമയം കിട്ടാറില്ല. ഞാൻ ഇന്നലെ ഔഡി വിൽക്കാൻ കാരണം എന്താ പറയുക, ഒന്ന് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താമെന്ന് പറഞ്ഞ പോലെ അതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു മാർക്കറ്റ് റേറ്റ് കിട്ടിയപ്പോൾ വിറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി മടുത്തോണ്ടല്ല, 3 വണ്ടിയായി. അതിൻ്റെ പാർക്കിംഗ് ഇഷ്യൂ, അതുകൂടാതെ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ കൂടി, അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഔഡി വിറ്റ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൂടാതെ ഒരു ജർമ്മൻ കാർ തന്ന ഏറ്റവും വലിയ പാഠം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആദ്യം ഈ ഒരു ചെറിയ ബോക്സിൽ കുറച്ച് സ്ക്രൂ ഡ്രൈവറും കുറച്ച് സ്പാനറും ഉണ്ടായ ഞാൻ ഇന്നിപ്പോൾ ഇത്ര വലിയ ടൂൾ ബോക്സിൻ്റെ ഉടമയായി. അതിന് കാരണം ഔഡിയാണ്. ഇതുപോലെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ടൂൾസ് വാങ്ങിക്കും, ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ ഫിക്സ് ചെയ്യാൻ നോക്കി ഇതല്ലേ ഇത്രയും ടൂൾസ്, ഇതൊക്കെ ഞാൻ ഓടി വിറ്റപ്പോൾ അതിനകത്ത് എടുത്ത് വെച്ചാണ്. ഈ ഇൻഫിനിറ്റി EX35 എനിക്ക് തോന്നുന്നു മലയാളികളിൽ ചുരുക്കം കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ വണ്ടിയുള്ളൂ. വണ്ടി തന്നെ പ്രൊഡക്ഷൻ തന്നെ നിസാൻ ഏകദേശം നിർത്താൻ പോകുന്ന രീതിയിലുള്ള ന്യൂസൊക്കെയാണ് കേൾക്കുന്നത്. വാല്യൂ ഫോർ മണിയാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ചെറിയ പൈസക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യായിരുന്നു. ഒരു പഴയൊരു അംബാസഡറൊക്കെ സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു വലിയൊരു അമ്പി പോലെ തന്നെ ഉള്ളൊരു വണ്ടിയാണ് ഈ വണ്ടിക്ക്. ഈ വണ്ടീൻ്റെതായ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ആപ്റ്റ് ആവുള്ളൂ. പിന്നെ ഞാനിതിൽ ഹാപ്പിയാണ് ഈ വണ്ടിയിൽ, കാരണം എനിക്ക് ആ ചെറിയ പൈസ കിട്ടുന്ന വണ്ടിയിൽ വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഔഡി തന്ന പാഠം ഏറ്റവും വലുത് ചീപ്പായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ജർമ്മൻ കാർ നിങ്ങൾ വാങ്ങിക്കരുതെന്നാണ്. അത് ഞാൻ നിങ്ങളോട് ആ എക്സ്പീരിയൻസും കോസ്റ്റും ഒക്കെ ഷെയർ ചെയ്ത വീഡിയോസ് ഉണ്ട്, പ്ലീസ് അതൊക്കെ കാണുക. ഇനി ഈ കാറിൻ്റെ അകത്തുള്ള പ്രോബ്ലംസിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ പ്രോബ്ലം ഇതുണ്ട്, ഈ വിൻഡോ ഇങ്ങനെ ഇതാകുന്നുണ്ട്. ഇതെനിക്ക് വന്ന് ഈ വിൻഡോ മിറർ ഇങ്ങനെ ആകുന്നുണ്ട്. 2 വിൻഡോൻ്റെ മിററും സൈഡ് മിറർ കാറ്റടിച്ചിട്ട് ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് സൈഡിലുള്ള വണ്ടി കാണാൻ പറ്റില്ല. അപ്പോൾ 2-3 തവണ എനിക്ക് ക്രാഷ് ആണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പ്രീവിയസ് ഓണർ ഇവിടെയൊക്കെ ഇങ്ങനെ ഡെൻ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോ ഇങ്ങനെ ആയപ്പോൾ അവർ സൈഡ് കാണാണ്ട് ചിലപ്പോൾ വണ്ടിക്ക് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിനൊക്കെ കൊണ്ടുപോയി സ്ക്രാച്ച് ചെയ്താൽ തോന്നുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനെ ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ നോക്കണം. ഇത് അതേപോലെ തന്നെ എസ്തറ്റിക്കൽ ഈ ടയർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, അത് പെയിൻ്റ് അടിക്കുക എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പോളിഷ് ചെയ്യണം. ഇനി മെയിനായിട്ടുള്ള വണ്ടി ഓടിക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് പറഞ്ഞുതരാം. ഇത് ഇപ്പം ഞാൻ ജമ്പ് സ്റ്റാർട്ട് ചെയ്താണ് വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, കാരണം വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ബാറ്ററി ഡൗൺ ആയതാണോ ഇനി ഓൾട്ടർനേറ്റർ പ്രോബ്ലം എന്നറിയില്ല. സ്വതവേ വണ്ടി ബാറ്ററി ഡൗൺ ആയാൽ ബേസ്മെൻറ്റ് ഇടരുതെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ട് ഇത് സ്റ്റാർട്ടാക്കണം ആദ്യം. പിന്നെ സ്റ്റെയറിംഗ് പമ്പിന് പ്രോബ്ലം ഉണ്ട്, അത് റാക്ക് ആൻഡ് പിന്നാണോ സ്റ്റെയറിംഗ് പമ്പാണോ, പിന്നെ അതുകൂടാതെ ലീക്കും ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യുന്നതും ഇതിൻ്റെ ആയിട്ടുള്ള യാത്രയും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാൻ പ്രചോദനമാകുന്നതായിരിക്കും. താങ്ക് യു.